നമസ്കാരം. വയനാട് ലോക്സഭാ സീറ്റിൽ CPI സ്ഥാനാർത്ഥിയായെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ടി സിദ്ദിഖ് മത്സരിക്കാൻ എത്തുമോ അതോ രാഹുൽ ഗാന്ധി വരുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും മുഖ്യ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ടെങ്കിലും ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ രംഗത്തുണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പ്രമുഖനാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും എന്നാണ് ശ്രീജിത്ത് പെരുമന അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ആദിവാസി മേഖലയിലുള്ളവരുടെ ദുരന്തം പുറം ലോകത്തെ അറിയിക്കുന്ന സംഭവങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിച്ചും മറ്റും ശ്രദ്ധേയനാണ് ശ്രീജിത്ത് പെരുമന. അതുകൊണ്ട് തന്നെ തനിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെന്നു തന്നെയാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര പ്രതിഷേധ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ശ്രീജിത്ത് പെരുമന അറിയിക്കുന്നു. പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിലുള്ള ഒരു കെട്ടിയിറക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വമോ അല്ല എന്റേത്. കൃത്യമായ രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ പ്രതിഷേധാത്മകമായും പ്രതീകാത്മകമായുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. വോട്ടുകളുടെ കണക്കിലല്ല, വോട്ടുകളുടെ കണക്ക് പ്രകാരം എന്റെ ഒരു ആത്മസംതൃപ്തിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കാനോ വേണ്ടിയിട്ടല്ല എന്റെ ഈ സ്ഥാനാർത്ഥിത്വം. രാജ്യത്ത് തീവ്ര ഹിന്ദുത്വ ഭരണകൂടം അവരുടെ വർഗീയ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുകയും ഇഷ്ടഭക്ഷണം കഴിക്കാനും ഇഷ്ടവസ്ത്രം ധരിക്കാനും രാജ്യത്തെ പൗരന്മാരെ വിലക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചുകൊല്ലുന്ന ഒരു അങ്ങേയറ്റം ഭീതിപരമായിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തെ നേരിടേണ്ട നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഇവരുടെ സ്തുതിപാഠകരായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ബി ടീമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരം ഒരു സാഹചര്യത്തിലാണ് വയനാട്ടിൽ നിന്നും പ്രതിഷേധാത്മകമായി പാർലമെന്റിലേക്ക് ജനവിധി തേടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ മത്സരിക്കുന്നതെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ വിശദമായ 2 ഭാഗങ്ങളായുള്ള പോസ്റ്റുകളും പോസ്റ്റ് ചെയ്തിരുന്നു. ശ്രീജിത്ത് പെരുമനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര പ്രതിഷേധ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിത്വത്തെയും സാഹചര്യങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അറിയാൻ എന്ന ഒരു തലക്കെട്ടോടുകൂടി പാർട്ട് 2 എന്ന ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ റീസെന്റായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ആദ്യ കമന്റിൽ കാണിക്കുകയും ചെയ്തിരിക്കുന്നു. സാമൂഹിക ഇടപെടലുകളെ കുറിച്ച് വലിയൊരു വിശദമായ ഒരു വിവരണം തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏഷ്യയിലെ അവശേഷിക്കുന്ന ഏക ഗുഹാവാസികളായ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂരിലെ ചോല നായ്ക്കന്മാരുടെ അനധികൃത രക്തക്കടത്തലും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യമായി കണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ട്രൈബൽ മന്ത്രിയെ നേരിട്ട് കാണുകയും ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് ഡൽഹിയിലെത്തി പരാതി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുവരികയാണെന്ന് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അവസാന ആശ്രയമെന്ന നിലയിൽ എന്നിലേക്ക് ഓടിയെത്തിയ മാനന്തവാടിയിലെ അരുൺ സുകന്യ ദമ്പതിമാരുടെ കഥ അദ്ദേഹം പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. പറഞ്ഞുവെക്കാൻ ഏറെയുണ്ട്. ഇത്തരം കഥകൾ പലതും അതിന്റെ ഗുണഭോക്താക്കൾ വരെ മറന്നു തുടങ്ങി എന്നതാണ് സത്യമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സെന്റിമെന്റ്സുകൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കലൊന്നുമല്ല ലക്ഷ്യം, മറിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന അഭിനവ രാഷ്ട്രീയ ബുദ്ധിജീവികളുടെ വരാൻ പോകുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായി ഈ പോസ്റ്റിനെ കണക്കാക്കിയാൽ മതി എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.